ഒരു പരീക്ഷ ഒരു രാജ്യത്ത് തന്നെ കുലുക്കുമെന്ന് നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? നീറ്റ് എന്ന മെഡിക്കൽ പരീക്ഷയെ ചുറ്റിപ്പറ്റി കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷവും നിരവധി വിവാദങ്ങൾ ഉയർന്നു വരുന്നു. ചില പരീക്ഷാ കേന്ദ്രങ്ങളിൽ പേപ്പർ ചോർന്നെന്ന ആരോപണങ്ങൾ, ചില വിദ്യാർത്ഥികൾക്ക് അന്യായമായ നേട്ടം ലഭിച്ചെന്ന പരാതി, അങ്ങനെ പരീക്ഷയുടെ സുതാര്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. മാത്രവുമല്ല, ഈ പരീക്ഷ മൂലം ഉണ്ടായ ആത്മഹത്യകൾ. ഇതിനെപ്പറ്റി നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിലെ നടപടി ആവശ്യപ്പെട്ട് ആദ്യം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന യുവജന പ്രസ്ഥാനം ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ സമരം ആരംഭിച്ചു. പിന്നീട് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് സോനം വാങ്ചുക് ആ സമരത്തോടൊപ്പം ചേർന്നു. 20 ദിവസത്തോളം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ നിരാഹാര സമരം 21ാം ദിവസം അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമായതിനെ തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസുകാർ അദ്ദേഹത്തെ സമരവേദിയിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. എന്നാൽ അദ്ദേഹം ആശുപത്രിയിലായ ശേഷവും വിദ്യാർത്ഥികളുടെ സമരം അവിടെ തുടർന്നു. പ്രകാശ് രാജ്, രഞ്ജിനി ഹരിദാസ് എന്നീ പ്രമുഖർ ആ സമരവേദിയിലെത്തി വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങളുടെ കുട്ടികൾ കഷ്ടപ്പെട്ട് 1 വർഷമല്ല 2 വർഷമല്ല നീറ്റിനു വേണ്ടി തന്നെ പരിശ്രമിക്കുന്നവർ അനേകരുണ്ട്. അവരിങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ മറുഭാഗത്ത് പൈസ കൊടുത്ത് ആ ഒരു ഡോക്ടർ പദവി നേടുക. ഈ അന്യായത്തോട് നമ്മൾ യോജിച്ച് നിൽക്കണമോ? നമ്മളുടെ കുട്ടികളുടെ ഭാവി നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് നമുക്കും ജസ്റ്റിസിന് വേണ്ടി പോരാടാം. സമരം ചെയ്യുന്നവരെ ബലം പ്രയോഗിച്ച് മാറ്റാം. എന്നാൽ ആ പോരാട്ടത്തിന് പിന്നിലുള്ള സത്യത്തെ ആർക്കും മറച്ചുവെക്കാൻ കഴിയില്ല. നമ്മുടെ കുട്ടികൾ ഇതുപോലെ വിൽക്കപ്പെടുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങളും തയ്യാറല്ലേ?